എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ ഫാർമസി പ്രവേശന പരീക്ഷ മെയ് 15-ന് ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിനുള്ള അപേക്ഷകൾ ഏകദേശം മാർച്ച് 20-ാം തീയതിയോടെ ഈ ഒരു അപേക്ഷയ്ക്കായിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് ഈ ഒരു കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ ഫാർമസി എക്സാമിനേഷനായിട്ടുള്ള കീം 2003 എക്സാമിനേഷന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാം വഴി കേരളത്തിലെ ആർക്കിടെക്ചർ കോഴ്സ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോഴ്സ്, അതുപോലെ ഫാർമസി, മെഡിക്കൽ ഫീൽഡിലുള്ള MBBS, ആയുർവേദ ഇതുപോലുള്ള കോഴ്സുകൾ എന്നിവയിലാണ് പ്രവേശനം നേടാൻ സാധിക്കുക. എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി എന്നിവയിലേക്കുള്ള പ്രവേശനമാണ് ഈ ഒരു എക്സാം വഴി നിങ്ങൾക്ക് ലഭിക്കുക. അതേസമയം വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ ഫീൽഡുകളായിട്ടുള്ള MBBS, BDS, ആയുർവേദ, ഹോമിയോ, സിദ്ധ ഇതുപോലെ ഉള്ള കുറേ മെഡിക്കൽ ഫീൽഡ് ഉണ്ട്. അതുപോലെ അഗ്രികൾച്ചർ ഇതുപോലുള്ള കോഴ്സുകളിലേക്ക് പോകണം, അതായത് ആ ഒരു കോഴ്സ് പഠിക്കണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നീറ്റ് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യണം. അതിൻ്റെ സ്കോർ, ആ ഒരു നീറ്റിൻ്റെ പരീക്ഷ ലഭിച്ച മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിദ്യാർത്ഥികൾക്ക് കീം വഴി, അതായത് ഈ ഒരു പ്രവേശന പരീക്ഷ കമ്മീഷണർ വഴി നിങ്ങൾക്ക് കേരളത്തിലെ കോളേജുകളിലേക്ക് പ്രവേശനം ലഭിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മെഡിക്കൽ ഫീൽഡ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നീറ്റിന് രജിസ്ട്രേഷൻ ചെയ്ത് ആ ഒരു പരീക്ഷ എഴുതുകയും അതുപോലെ തന്നെ കീമിന് രജിസ്ട്രേഷൻ, അതായത് മെഡിക്കൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ആർക്കിടെക്ചർ കോഴ്സാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നാറ്റ എക്സാമിനേഷൻ, അതായത് നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഓഫ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നാറ്റ എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ നീറ്റിൻ്റെ രജിസ്ട്രേഷൻ ഈ മാസം 9-ാം തീയതി, അതായത് ഇനി ഏകദേശം കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അതിൻ്റെ രജിസ്ട്രേഷന്. അപ്പോൾ ആ ഒരു നാറ്റ എക്സാമിനേഷനും കൂടി വിദ്യാർത്ഥികൾ എഴുതേണ്ടതുണ്ട്. അതുപോലെ ഇതിൽ ആ ഒരു ആർക്കിടെക്ചർ ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ കീം വഴി വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുക, ഈ ഒരു അതായത് ആ ഒരു എക്സാമിനേഷൻ വഴി പ്രവേശനം ലഭിക്കുന്നത് ഈ ഒരു എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി കോഴ്സുകളിലേക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ മെഡിക്കൽ ഫീൽഡിലേക്കുള്ള കോഴ്സുകൾ, MBBS പോലുള്ള കോഴ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നീറ്റ് ക്വാളിഫൈ ആയിരിക്കണം. അതുപോലെ ആർക്കിടെക്ചർ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നാറ്റ ക്വാളിഫൈ ആയിരിക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാമിനേഷൻ ഉണ്ടാവുക നിങ്ങളുടെ, അതായത് ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി എന്നിവയുടെ, അതുപോലെ തന്നെ മാത്സ് എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതായത് വിദ്യാർത്ഥികൾ +2-ൻ്റെ, അതായത് നിങ്ങളിപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന +2-ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് ഈ ഒരു മാർക്കാണ് എലിജിബിലിറ്റി ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ ഫാർമസി കോഴ്സാണ് പഠിക്കുന്നത് ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഈ ഒരു കീം എക്സാമിനേഷനിൽ നിങ്ങൾക്ക് 3 പേപ്പേഴ്സാണ്, അതായത് 3 പേപ്പറില 3 വിഷയമാണ് ഉണ്ടാവുക. അത് 2 പേപ്പേഴ്സായിട്ടാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. അതായത് ഒന്ന് ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അത് മറ്റൊരു പേപ്പർ നിങ്ങൾക്ക് മാത്സ്. ഈ ഒരു ഫിസിക്സും കെമിസ്ട്രിയും പേപ്പർ 1-ഉം അതുപോലെ മാത്സ് പേപ്പർ 2-ഉമാണ് ആയിട്ടാണ് ആ 2 പേപ്പേഴ്സാണ് എക്സാം ഉണ്ടാവുക. ഇത്തവണ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമിനേഷനാണുള്ളത്. CDT-ആണ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്. അപ്പോൾ CDT വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ നടത്തപ്പെടും, അതായത് വിവിധ സ്കൂളുകളിൽ വെച്ചിട്ടാണ് ഈ ഒരു പരീക്ഷ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടായിരിക്കും നടത്തപ്പെടുക. ഓരോ പേപ്പേഴ്സിനും നിങ്ങൾക്ക്, അതായത് 1 മണിക്കൂർ വീതം ടോട്ടൽ 3 മണിക്കൂറായിരിക്കും എക്സാം ഉണ്ടാവുക. അതായത് ഒരേ സമയമായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ നടത്തപ്പെടുക. കാരണം മുൻപ് ഈ ഒരു പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രിയും രാവിലെയും പേപ്പർ 2 ആയിട്ടുള്ള മാത്സ് ഉച്ചയ്ക്ക് ശേഷവുമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ വിദ്യാർത്ഥികൾക്ക്, അതുപോലെ ചില കാലങ്ങളിൽ അടുത്ത ദിവസം എക്സാം നടത്താറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇത് ഒരു ദിവസമായിരിക്കും എക്സാം ഉണ്ടാവുക, 3 മണിക്കൂറായിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് എക്സാം ഉണ്ടാവുക. കമ്പ്യൂട്ടറൈസ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലായിരിക്കും എക്സാം ഉണ്ടാവുക. ആ ഒരു സമയത്ത് അവിടെ പോയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറൊക്കെ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാം. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആൻസേഴ്സ് ഉണ്ടാവുന്നതാണ്. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതായത് ഉത്തരം 4 എണ്ണം ഉണ്ടാവും. അപ്പോൾ അതിൽ ഏതാണോ കറക്റ്റ് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് നൽകുകയാണ് ചെയ്യേണ്ടി വരിക. അതുപോലെ വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന ശരിയായ ആൻസർ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചില എക്സാമിനേഷനുകളിൽ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് മാറ്റിയിട്ട് മറ്റൊരു ഓപ്ഷൻ ശരിയാണെന്ന് തോന്നിയിട്ട് അത് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇതുപോലുള്ള എക്സാമിനേഷനിൽ നിങ്ങൾ കറക്റ്റ് ആൻസർ തന്നെയാണോ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെയധികം ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അഥവാ അത് നിങ്ങൾക്ക് തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുന്നത് നിങ്ങൾക്ക് ഈ ഒരു കീമിൻ്റെ പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി ഇതിൻ്റെയും അതുപോലെ തന്നെ പേപ്പർ 2 ആയിട്ടുള്ള മാത്തമാറ്റിക്സിൻ്റെയും
മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ നിങ്ങൾക്ക് +2 അതായത് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന +2 പബ്ലിക് എക്സാമിനേഷൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ മാർക്കും 50-50 അനുപാതത്തിൽ എടുത്തുകൊണ്ടാണ് റാങ്ക് പട്ടിക തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നൽകപ്പെടുന്നത്. അതുപോലെ ഫാർമസി അതായത് B.Pharm കോഴ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അതാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കീം എക്സാമിനേഷനിൽ നിങ്ങൾക്ക് പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ നിങ്ങളുടെ +2ൻ്റെ മാർക്ക് കൺസിഡർ ചെയ്യുന്നില്ല. ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കും. അത് പേപ്പർ 1ൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ റാങ്ക് പട്ടിക തയ്യാറാക്കിക്കൊണ്ട്, അതായത് ഈ ഒരു ഫിസിക്സും കെമിസ്ട്രിയും മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു പേപ്പർ 1 എക്സാം ആണ് ഉണ്ടാവുക. അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ലഭിച്ച സ്കോർ എത്രയാണോ അത് വെച്ചിട്ടായിരിക്കും റാങ്ക് പട്ടിക തയ്യാറാക്കപ്പെടുക. അപ്പോൾ ഈ ഒരു രീതിയിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ അതായത് അലോട്ട്മെൻറ്റ് നൽകപ്പെടുക. നിങ്ങൾ ഡോക്ടർ, അതുപോലെ തന്നെ ആർക്കിടെക്ചർ, അതുപോലെ മറ്റ് മെഡിക്കൽ ഫീൽഡുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ നീറ്റ് പരീക്ഷ എഴുതേണ്ടതാണ്. ആർക്കിടെക്ചർ കോഴ്സിൽ പ്രവേശനം ലഭിക്കാൻ നാറ്റ എക്സാമിനേഷനും രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതേണ്ടതാണ്. നീറ്റിൻ്റെ രജിസ്ട്രേഷൻ ഈ 9-ാം തീയതി അവസാനിക്കും. അതുപോലെ നാറ്റ എക്സാമിനേഷൻ്റേത് അടുത്ത മാസമാണ് അവസാനിക്കുക രജിസ്ട്രേഷൻ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു രജിസ്ട്രേഷനൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. B.Pharm അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കീം എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് ആ ഒരു പരീക്ഷ എഴുതാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഏതൊക്കെ ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് പ്രവേശനം ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധാപൂർവം അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. ഏതൊക്കെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്, അതുപോലെ ഏതെങ്കിലും സെലക്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതും വളരെയധികം ശ്രദ്ധാപൂർവം നിങ്ങൾ നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് JEE മെയിൻ സെഷൻ 2ൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ അതൊക്കെ ചെയ്ത് ആ ഒരു പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ പ്രവേശന പരീക്ഷ അതായത് കീം 2024 എക്സാമിനേഷൻ മെയ് 15-ന് നടക്കും. ഇതിൻ്റെ അപേക്ഷ ഈ ഒരു മാർച്ച് 20-ാം തീയതിയോടെ വരുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിലാണ് ഇതിൻ്റെ അപേക്ഷ വരിക. അതായത് ഈ ഒരു ce.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിലാണ് ഈ ഒരു അപേക്ഷ നൽകാനായിട്ടുള്ള ലിങ്കുകൾ വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു UG അഡ്മിഷൻ എന്നുള്ള ഭാഗം. ഇവിടെയാണ് നിങ്ങൾക്ക് ആ ഒരു എക്സാമിനേഷൻ്റെ അപേക്ഷ സംബന്ധിച്ചുള്ള ലിങ്കുകൾ വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.